നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൊബൈൽ ഫോണും CCTVയും കനിയാത്തതിനാൽ സുഗാന്ത് സുരേഷിനെ കണ്ടെത്താൻ പാടുപെടുകയാണ് പേട്ട പോലീസ്. IB ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഒരു മാസം പിന്നിട്ടിട്ടും കേസിൽ പ്രതിയായ സഹപ്രവർത്തകൻ കൂടിയായിരുന്ന സുഗാന്ത് സുരേഷിനെ കണ്ടെത്താൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് IB ഉദ്യോഗസ്ഥയുടെ മാതാപിതാക്കൾ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രാഹിമിനെ കണ്ട് പരാതി നൽകിയിരുന്നു. പ്രതിയും കുടുംബാംഗങ്ങളും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടന്നുവെന്നാണ് സൂചനയെന്നും പിടികൂടാനുള്ള തീവ്ര ശ്രമത്തിലാണെന്നും ADGP കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. സുഗാന്ത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും പണം തട്ടിയെന്നും കുടുംബം പരാതി നൽകിയ സാഹചര്യത്തിൽ ദിവസങ്ങൾക്ക് ശേഷമാണ് സുഗാന്തിനെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തത്. എന്നാൽ അപ്പോഴേക്കും സുഗാന്ത് ഒളിവിൽ പോയിരുന്നു. പോലീസിന്റെ 2 പ്രത്യേക സംഘങ്ങൾ ദിവസങ്ങളോളം വിവിധയിടങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ സുഗാന്തിനെ കണ്ടെത്താൻ കഴിയുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടെ സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ഹർജിയൊക്കെ നൽകിയിരുന്നു. പോലീസ് മനഃപൂർവ്വം ഇതിനുള്ള സാഹചര്യം ഒരുക്കുകയാണെന്ന ആക്ഷേപം ഉയർന്നു. യുവതിയുമായുള്ള വിവാഹം ആലോചിച്ചിരുന്നുവെന്നും ഇവരുടെ വീട്ടുകാർ പിന്നീട് ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നുവെന്നുമാണ് സുഗാന്തിന്റെ വാദം. താനുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് യുവതിക്കുമേൽ അവരുടെ ബന്ധുക്കൾ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. വീട്ടുകാർ എതിർത്തിട്ടും തങ്ങൾ ഒരുമിച്ച് നെടുമ്പാശ്ശേരിയിൽ താമസിച്ചിരുന്നുവെന്നും യുവതി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിന് കാരണം മാതാപിതാക്കളെ സമ്മർദ്ദമാണെന്നുമായിരുന്നു സുഗാന്തിന്റെ വാദം. എന്നാൽ സുഗാന്തിന്റെ വീട്ടുകാർ വിവാഹാലോചനയുമായി വീട്ടിൽ വന്നിരുന്നുവെന്ന വാദം തെറ്റാണെന്ന് യുവതിയുടെ ബന്ധുക്കൾ പറയുന്നു. സുഗാന്തിനെ കഴിഞ്ഞ ദിവസം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. പോലീസ് റിപ്പോർട്ടിനെ തുടർന്നാണ് സുഗാന്തിനെ IB പിരിച്ചുവിട്ടത്. പ്രൊബേഷൻ സമയമായതിനാൽ നിയമതടസ്സങ്ങളില്ലെന്ന് വിലയിരുത്തിയാണ് IB സുഗാന്തിനെ പിരിച്ചുവിട്ടത്. തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ K. പ്രേംകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥരുടെ സുഹൃത്തുക്കളും റൂംമേറ്റ്സും ഉൾപ്പെടെ 20-ലധികം സാക്ഷികൾ വിസ്തരിച്ചതായും അവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയതായും പറയുന്നുണ്ട്. സുഗാന്ത് യുവതിയുമായി അകൽച്ച കാണിച്ചതിനു ശേഷം കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നതായി മൊഴികളിൽ പറയുന്നു. 2024 ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇരുവരും രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഒരുമിച്ച് പരിശീലനത്തിൽ പങ്കെടുത്തിരുന്നു. സുഗാന്തിന് കൊച്ചിയിൽ ഇമിഗ്രേഷൻ വകുപ്പിൽ നിയമനം ലഭിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് യുവതി ജോലി ചെയ്തിരുന്നത്. ഈ കാലയളവിൽ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് വഞ്ചനാപരമായ മാർഗത്തിലൂടെ സുഗാന്ത് യുവതിയെ ശാരീരിക ബന്ധത്തിന് പ്രേരിപ്പിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സുഗാന്തിൽ നിന്ന് യുവതി ഗർഭം ധരിച്ചുവെന്നും 2024 ജൂലൈ 4-ന് തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ വെച്ച് ഗർഭം അലസിക്കപ്പെട്ടുവെന്നും പോലീസ് പറയുന്നു. ഈ ബന്ധത്തെക്കുറിച്ച് മാതാപിതാക്കളെ അറിയിച്ചതിനെ തുടർന്ന് അവർ വിവാഹത്തിന് സമ്മതം നൽകി. വിവാഹം കഴിക്കാൻ പലതവണ അവൾ സമീപിച്ചുവെങ്കിലും സുഗാന്ത് അവളുടെ ആവശ്യം നിരസിച്ചു. തുടർന്ന് IB ഉദ്യോഗസ്ഥ വിഷാദത്തിലായി. ഉദ്യോഗസ്ഥയുടെ അമ്മ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിലെ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. മകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുക എന്ന ദുരുദ്ദേശം മാത്രമേ സുഗാന്തിന് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അയാൾ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് അവളെ അറിയിച്ചു. മകളിൽ നിന്നും വലിയ തുകകൾ ഈടാക്കി. വിവാഹാഭ്യർത്ഥനയെ മാതാപിതാക്കൾ എതിർത്തുവെന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുഗാന്തിന്റെ ആരോപണം ശുദ്ധ നുണയായിരുന്നു. മകളുടെ സ്വപ്നങ്ങൾ തകർന്നത് വിധി കൊണ്ടല്ല, മറിച്ച് സുഗാന്തിന്റെ വഞ്ചന കൊണ്ടാണ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഉടനീളം രഹസ്യാന്വേഷണ സംവിധാനമുള്ള IBയും സുഗാന്ത് വെട്ടിക്കുന്നുവെന്നതാണ് ആശ്ചര്യകരം. സുഗാന്തിന്റെ അച്ഛനെയും അമ്മയും പറ്റി പോലും വിവരമില്ല. സുഗാന്തിന്റെ അമ്മയുടെ സഹോദരിക്ക് അടക്കം ഇവരെക്കുറിച്ച് അറിയാമെന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. എന്നാൽ ഇവരുടെ ഫോൺ രേഖകൾ പരിശോധിച്ചിട്ടും തുമ്പൊന്നും കിട്ടുന്നില്ല. കൂടുതൽ തെളിവ് തേടി കഴിഞ്ഞ ഞായറാഴ്ച എടപ്പാളിലെ വീട്ടിൽ വീണ്ടും പോലീസ് എത്തിയിരുന്നു. 2 മണിക്കൂറോളമാണ് ഇവിടെ നീണ്ട പരിശോധന നടത്തിയത്. പിന്നീട് സുഗാന്തിന്റെ 2 ബാങ്ക് അക്കൗണ്ടുകളും പാസ്ബുക്കുകളും ഹാർഡ് ഡിസ്ക് തുടങ്ങിയവയൊക്കെ കണ്ടെടുത്തു. സുഗാന്തിനെ തേടിയുള്ള അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിൽ ചില ബന്ധുക്കളിലേക്കൊക്കെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ സുഗാന്ത് സുരേഷിനെതിരെ ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക പീഡനത്തിന് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലായിരുന്നു നടപടി. മാർച്ച് 24-നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ IB ഉദ്യോഗസ്ഥയെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള ബന്ധത്തിലുണ്ടായ തകർച്ചയാണ് മകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നാണ് കുടുംബത്തിന്റെ പരാതി. എന്നാൽ ബന്ധം തകരാനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥ മരിച്ചതിനു ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത സുഗാന്തും കുടുംബവും ഒളിവിൽ പോയെന്നാണ് പോലീസ് പറയുന്നത്. ഒളിവിലുള്ള സുഗാന്ത് സുരേഷിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇറക്കിയിരുന്നു. അന്വേഷണ ചുമതലയിൽ നിന്ന് ഒഴിവാകുകയെന്ന ഉദ്ദേശത്തോടെ തെളിവുകൾ ശേഖരിക്കുന്നതിലടക്കം പേട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ഉഴപ്പിയെന്ന് കണ്ടെത്തിയിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടും പ്രതിരക്ഷിക്കാൻ പോലീസ് ഒത്തുകളിക്കുന്നുവെന്ന ആരോപണം കണക്കിലെടുത്ത് കേസ് അന്വേഷണത്തിന്റെ നിയന്ത്രണം DCP നകുൽ രാജേന്ദ്ര ദേശ്മുഖ് ഏറ്റെടുക്കുകയായിരുന്നു. സുഗാന്തിന്റെ ബന്ധുവിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി 1 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു പോലീസ്. മലപ്പുറം സ്വദേശിയായ സുഗാന്തും കുടുംബവും ക്ഷേത്ര ദർശനത്തിന് പോകുന്നുവെന്ന് അയൽക്കാരോട് പറഞ്ഞിട്ടാണ് ഒളിവിൽ പോയത്. സൂചനകളെ തുടർന്ന് 2 ദിവസം തമിഴ്നാട്ടിൽ അന്വേഷണം നടത്തിയിരുന്നു പോലീസ്. കൂടാതെ ഇയാൾ ഉടൻ പിടിയിലാകുമെന്ന സൂചനയും പുറത്തു പക്ഷേ സുഗാന്തിനെ പിടികൂടാൻ തമിഴ്നാട്ടിലേക്ക് പോയ പോലീസ് സംഘം വെറും കൈയോടെ തിരിച്ചെത്തുകയായിരുന്നു.
തൃശൂരിലും പാലക്കാടും ബന്ധുക്കളുടെ വീടുകളിൽ നടത്തിയ റെയ്ഡുകളിൽ സുകാന്ത് അറസ്റ്റിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. മകളെ സാമ്പത്തികമായി സുകാന്ത് കബളിപ്പിച്ചിരുന്നതായി പിതാവ് ആരോപിച്ചിരുന്നു. ഇതേക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് നിരവധി സ്ത്രീകൾ സുകാന്തിന്റെ വലയിലായിട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. പൂത്ത കാശുള്ളവൻ പിന്നെയും എന്തിനാണ് ഈ പെൺകുട്ടികളിൽ നിന്നെല്ലാം പണം കൈക്കലാക്കിയത്? പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി അവരെ ലൈംഗികമായി ഉപയോഗിക്കുകയും പണം തട്ടുകയും ചെയ്യുന്ന സംഘങ്ങൾ കേരളത്തിൽ നിരവധിയാണ്. ആ റാക്കറ്റിലെ ഒരു കണ്ണിയായി തന്നെ ഈ സുകാന്ത് മാറിയോ എന്നാണ് സംശയം. ഇയാൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഇതെല്ലാം അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ഇതിനിടെ മറ്റൊരു സംഭവം പുറത്തു വരുന്നുണ്ട്. വയനാട് പനമരം കൈതക്കല്ലിൽ അമ്മയെയും മകനെയും കാണാനില്ലെന്നാണ് പരാതി. തോട്ടുങ്ങൽ അലിയുടെ മകൾ അനീസ, മകൻ 8 വയസ്സുകാരനായ മുഹമ്മദ് ആദിൽ എന്നിവരെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കാണാതായത്. സംഭവത്തിൽ പനമരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഈ ഒരു അന്വേഷണത്തിനിടെ കഴിഞ്ഞ ദിവസം അനീസയും മകൻ ആദിലും തിരുവനന്തപുരത്ത് ഒരു മൊബൈൽ കടയിൽ നിൽക്കുന്ന CCTV ദൃശ്യങ്ങൾ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ കടയിൽ നിന്നുള്ള CCTV ദൃശ്യമാണ് പുറത്തുവന്നത്. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അനീസ മൊബൈൽ കടയിൽ എത്തിയത് മൊബൈൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കായിരുന്നില്ലെന്നും ഫോൺ ചെയ്യുന്നതിന് കടയിലെ ഫോൺ ഉപയോഗിക്കുന്നതിനും ആയിരുന്നുവെന്നുമാണ് കടക്കാരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കാണാതാവുന്ന ദിവസം ഇൻസ്റ്റാഗ്രാം സുഹൃത്തായ തന്നെ അനീസ വിളിച്ചിരുന്നുവെന്ന് മുനീർ എന്നയാളും പറയുന്നുണ്ട്. പൈസ ആവശ്യപ്പെട്ടാണ് വിളിച്ചതെന്നും മുനീർ പറയുന്നുണ്ട്. നിലവിൽ അന്വേഷണത്തിന്റെ ഭാഗമായി പനമരം പോലീസ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.